നമ്മൾ കുറെ കാലത്തിന് ശേഷം പ്രേക്ഷകരോട് കൂടി സംസാരിക്കുകയാണ്. അതുകൊണ്ടാണ് പഴയ കാലത്തിലേക്ക് ആ ഒരു രീതിയിൽ എന്താണ് സംഭവിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ച് താങ്കളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല. എന്നാലും അറിവിലേക്ക് ഞാനൊന്ന് പ്രേക്ഷകരുടെ അറിവിലേക്ക് കൂടി പറയുകയാണ്. പടവെട്ട് എന്ന് പറയുന്ന സിനിമയുടെ ആ സമയത്ത് അതിലെ സംവിധായകനായിരുന്നു അല്ലേ? അതിലെ സംവിധായകനാണ് റേപ്പിസ്റ്റ്. അതിലെ മറ്റുള്ള ആ സിനിമയിൽ തന്നെയുള്ള നിറയെ ആൾക്കാർ എന്റെ ഓപ്പറേഷനിൽ കൃത്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതൊക്കെ എന്റെ കേസിലൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അതൊക്കെ കൃത്യമായിട്ട് പിന്നെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ വന്നത് ഇതിനു മുന്നേ ഇത്രയും ഒരു 20ഓളം സർവൈവേഴ്സ് മുന്നോട്ട് വരുന്നതിന് മുന്നേ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോ ആദ്യമായിട്ടൊരു ബൈറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു വേറൊരു ചാനലിന്. അന്ന് ഞാൻ കൊടുത്തത് ഇവിടെ സർവൈവേഴ്സിന് ശബ്ദമുണ്ടെന്ന് ഒന്ന് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. സർവൈവേഴ്സിന് ശബ്ദം, എന്തുകൊണ്ട് സർവൈവേഴ്സ് ശബ്ദിക്കുന്നില്ല, കേസ് ഫയൽ ചെയ്യുന്നില്ല? അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ഹേമ കമ്മീഷനിൽ പറയപ്പെടുന്ന വ്യക്തികളൊക്കെ ഉണ്ടെന്ന് പറയുന്ന വ്യക്തികളൊക്കെ ആരോപണ വിധേയർ മാത്രമാണ്, തെറ്റുകാരല്ല എന്ന് പറഞ്ഞ് ഘോരഘോരം പ്രസംഗിക്കുന്നവരുണ്ടല്ലോ. അപ്പോ സർവൈവേഴ്സ് ശബ്ദിക്കണമെന്നൊന്നുമില്ല. അവർ ജീവിക്കാനോ ജീവിച്ചിരിക്കാനോ പോലും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു 24 മണിക്കൂർ എന്ന് പറയുന്ന 24 വർഷങ്ങൾക്ക് തുല്യമാണ് ഒരു സർവൈവറെ സംബന്ധിച്ചിടത്തോളം. അപ്പോ അതൊന്നും ഇവിടെ വന്ന ആരുടെ മുന്നിൽ അവര് സംസാരിക്കണമെന്നോ ഒന്നുമില്ല. ഇപ്പോഴും നിങ്ങൾ സർവൈവറിലേക്കാണ് തിരിക്കുന്നത്. എങ്ങനെ സർവൈവറെ അറ്റാക്ക് ചെയ്യാമെന്നുള്ളതാണ്. സമൂഹത്തിനെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് സർവൈവർ വരട്ടെ. എന്തുകൊണ്ട് അവള് പുറത്ത് വരുന്നില്ല? എന്തുകൊണ്ട് അവൾ അന്ന് ശബ്ദിച്ചില്ല, ഇന്ന് ശബ്ദിക്കുന്നു? എന്തുകൊണ്ട് അവൾ അന്ന് പോവിയില്ല? എന്തുകൊണ്ട് ഒച്ച എടുത്തില്ല എന്നുള്ളതാണ്. നോക്കൂ, ഇങ്ങനെ അബ്യൂസേഴ്സിനൊപ്പം നിൽക്കുന്ന അബ്യൂസേഴ്സിന് ശബ്ദിക്കാൻ മൈക്ക് കിട്ടുമ്പോ, അവര് ശബ്ദിക്കുന്നത് സമൂഹം കേൾക്കുമ്പോ, അതിൽ നിന്നും റേപ്പിസ്റ്റുകൾ ഉടലെടുക്കുമ്പോൾ അവർ സർവൈവേഴ്സിനോട് പറയുന്ന, ഈവൻ ദോ എന്നെ പോലൊരു സർവൈവറിനെ പോലും റേപ്പ് ചെയ്യുമ്പോൾ റേപ്പിസ്റ്റ് പറയുന്നത് കെട്ടിയിട്ടാൽ മാത്രമേ റേപ്പ് ആകുള്ളൂ. ഞാൻ നിന്നെ ഇപ്പൊ കെട്ടിയിടാതെയാണ് റേപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നീ എവിടെ പോയി ആരോട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആരും വിശ്വസിക്കുന്നുള്ളതാണ്. അത് അന്ന് പറഞ്ഞ വാക്കുകളാണതല്ലേ? അതെ, ആ ഗട്ട്സ് അതൊരു ക്ലിപ്പായിട്ട് ആക്കണമെന്നാണ് എന്റെ ഒരു റിക്വസ്റ്റ്. കാരണം ഞാൻ പറയാൻ വരുന്ന കണ്ടന്റ് അതല്ല, എന്റെ കാര്യങ്ങളല്ല ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അത് അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് ഈ ഒരു ഗട്ട്സ് ഇയാളെ പോലുള്ള ആൾക്ക് കിട്ടുന്നത് ഈ ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് മാത്രമാണ്.